ലെറ്റസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്, അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ആക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരും ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ ഒരു ഫേസില് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഫേസ് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ചിലര് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് അടുത്ത ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ള ഒരു ഫേസിലാണ്. അതായത് റിലേഷൻഷിപ്പ് അവസാനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ചില വ്യക്തികളൊക്കെ ഈ റിലേഷൻഷിപ്പിന്റെ തന്നെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. അടുത്ത ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ തന്നെ ഒരു ഗ്രോത്ത് എന്താണ്, ഒരു ഫ്യൂച്ചർ എന്താണ്, അങ്ങനെ ഒരു ഫേസിലേക്ക് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒന്നോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ നിലവിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിച്ച് അതിൽ നിലവിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈം, എഫേർട്ട് എല്ലാം പിൻവലിച്ച് നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പുതിയ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവാക്കിയ ആളുകൾ അടുത്ത ഒരു ഫ്യൂച്ചറിൽ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചില വ്യക്തികൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ നെക്സ്റ്റ് ലെവൽ, അതായത് ഇതിന്റെ ഒരു അടുത്ത ഫേസ്, ഇതിന്റെ ഒരു ഗ്രോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലവിൽ പലതരത്തിലുള്ള ചാലഞ്ചസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇതിന്റെ പാസ്റ്റില്. അതിനെല്ലാം നിങ്ങൾ വളരെയധികം നന്നായി ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തികളാണ്. വളരെയധികം അതായത് ആ റിലേഷൻഷിപ്പിൽ വളരെയധികം കോമ്പറ്റീഷൻ, വാക്കുതർക്കങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ മറ്റു പലരിൽ നിന്നും അതായത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ നിങ്ങളെ കണക്ട് ചെയ്ത് നിന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം, അവരിൽ നിന്നുള്ള പലതരം ആർഗ്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനോടെല്ലാം ഫൈറ്റ് ചെയ്ത് അതിനോടെല്ലാം മത്സരിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഡിഫെൻഡീവ് ആയിരുന്നു. ആ ഡിഫെൻഡീവ് ആയിട്ടുള്ള ഒരു മോഡിൽ നിന്ന് നിങ്ങൾ പിൻവലിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പല ആളുകളും അവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട്, അതായത് മെഡിറ്റേഷൻ, അതുപോലെ പ്രാർത്ഥന, അങ്ങനെ മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് മുഴുകി കുറച്ചും കൂടെ ഒരു സോളിറ്റ്യൂഡ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ കൂടുതലും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി, നിങ്ങളുടെ ഒരു ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ വളരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചാലഞ്ചസിലൂടെ എല്ലാം കടന്നുപോയി ഇപ്പോൾ നിങ്ങൾ ഒരു തരം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡിലാണ്. നിങ്ങൾ ഇങ്ങനെ സ്വയം ഇതിനെ അനലൈസ് ചെയ്യുകയാണ്, ഈ റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പ് എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ, മുന്നോട്ട് പോകണോ, അതോ ഈ റിലേഷൻഷിപ്പ് ഇനി അടുത്ത ഒരു ഫേസിലേക്ക്, അതിന്റെ അടുത്ത ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണോ, അല്ല മൂവ് ഓൺ ചെയ്യണോ, അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി എന്നുള്ളതല്ല, ആ ഒഴിവാക്കണോ അതോ മുന്നോട്ട് പോകണോ എന്നുള്ള ആ ഒരു കറക്റ്റ് ഒരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതിൽ ചില വ്യക്തികൾ ഇതിന്റെ ഒരു ഗ്രോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, അതായത് നെക്സ്റ്റ് ഫേസിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും, ചില വ്യക്തികൾ ഇത് ഒഴിവാക്കാം എന്നുള്ള ഒരു തീരുമാനത്തില്, എന്നാൽ കറക്റ്റ് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല, ആ ഡിസിഷൻ പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളിൽ പലരും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സിംഗിൾ ആയിട്ട് തന്നെ ജീവിക്കുന്ന വ്യക്തികൾ ആയിരിക്കാം. ഒന്നോ മാരീഡ് ആവാത്തവരായിരിക്കാം, അല്ലെങ്കിൽ മാരീഡ് ആയിട്ട് സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് കാണാൻ കഴിയുന്നത്.
അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് നല്ലോണം ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നു. ഒന്ന്, നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവാം, അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ലീഗൽ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിലവിലൊരു സെപ്പറേഷൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരിക്കാം. എന്തായാലും കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴൊരു ഡിഫെൻഡീവ് ആയിട്ടുള്ള ഒരു മോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അവര് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഓൺലൈൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അന്വേഷിക്കുക, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അന്വേഷിക്കുക, അങ്ങനെയൊക്കെ അവര് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പില് അവരുടെ സംസാരത്തില് ഉള്ള പ്രശ്നങ്ങള്, അതായത് മെയിൻ ആയിട്ട് അവരുടെ സംസാരം അത്ര നല്ലതല്ലാത്ത രീതിയിലുള്ള അവരുടെ സംസാരം ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയധികം ഒരു സെപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളത്. എന്ത് തന്നെയായാലും നിലവിൽ റിലേഷൻഷിപ്പ് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ, അതിപ്പോ നിലവിൽ സെപ്പറേറ്റഡ് തന്നെയാണ്. അപ്പൊ അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു സംസാര രീതി തന്നെ ആയിരിക്കാം. അവരാണെങ്കിലും ഇപ്പോ ഈ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതായത് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ അല്ല ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. എന്നാലും ഇവിടെ ഇതിൽ കൂടുതൽ എനർജി വരുന്നത് ഈ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സമയമെടുത്ത് കുറച്ചുകൂടെ സ്ട്രെങ്തൻഡ് ആവണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു വളരെ ഹാർമോണിയസ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മാറണമെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് വരണമെന്നും കുറച്ചുകൂടെ ടൈം എടുത്ത്, അതായത് അവർക്ക് വളരെയധികം ഇമോഷണലി അവർ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും വളരെ ക്ഷമയോടുകൂടി ഈ റിലേഷൻഷിപ്പിനെ ഡീല് ചെയ്താൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകും എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ അവരും ഈ പറയുന്ന പോലെ ഒരു ക്രിട്ടിക്കൽ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത്. അതായത് ഇതിൽ എന്താണ് അതിന്റെ നെക്സ്റ്റ് ഫേസ് എന്തായിരിക്കണം എന്നുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് എനർജിയിൽ തന്നെയാണ് അവരും നിൽക്കുന്നതായിട്ട് കാണുന്നത്. എന്നാൽ ഇതിന്റെ ഫ്യൂച്ചർ ആക്ഷൻ നോക്കുമ്പോൾ ഇവര് ഈ റിലേഷൻഷിപ്പിനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പില് അവര് ഇൻവെസ്റ്റ് ചെയ്യണം, അവരുടെ ടൈം എനർജി എല്ലാം ഈ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവര് ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ പാസ്റ്റ് സിറ്റുവേഷൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലുള്ള പ്രശ്നം കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ കാണുന്ന സെപ്പറേഷൻ ഫേസിലേക്ക് വന്നിട്ടുള്ളത് എന്ന് അവര് റിയലൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളോട് തുറന്ന് സംസാരിച്ച് ഇതില് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നും ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഫാമിലിയിലേക്ക് നയിക്കുന്ന, അതായത് വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ അതിന് ഒരു കമ്മ്യൂണിക്കേഷൻ അവര് തുടങ്ങി വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് കോൾ ആയിട്ടൊക്കെ അവർ ഉടനെ തന്നെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് വളരെ ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ അവർ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ നിലവിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളും ഒരു ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷനിലാണ്, ഡിസിഷൻ മേക്കിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. അവരും നിലവിൽ അങ്ങനെ ഒരു എനർജി തന്നെയാണ്, ഒരു ഡിസിഷൻ എടുക്കണമെന്ന്. പക്ഷെ അവര് എടുക്കണം എന്ന് കരുതുന്ന ഡിസിഷൻ പോസിറ്റീവായിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ്.
കൂടുതൽ പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെയാണ് വരുന്നത്. അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷനാണ് അവരെടുക്കാൻ നിലവിൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഫ്യൂച്ചർ ആക്ഷൻ കാണുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇപ്പോഴുള്ള നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാൻ ഒരു കമ്മിറ്റ്മെന്റിന് അവർ തയ്യാറായി വരുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ കുറച്ച് ക്ലൂസ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ലെറ്റർ എസ്, അതുപോലെ തന്നെ 1 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്, 29 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്, 9 കിട്ടിയിട്ടുണ്ട്, പുരുരുട്ടാതി 4 കിട്ടിയിട്ടുണ്ട്, ചിത്തിര, നമ്പർ 2, നമ്പർ 9. ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ ബർത്ത് ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡേറ്റ് ആയിരിക്കും. ലെറ്റർ ജെ, ഓഗസ്റ്റ് മന്ത്, ചോതി നക്ഷത്രം. ലെറ്റർ ബി, നമ്പർ 7, തൃക്കേട്ട നക്ഷത്രം, തിരുവാതിര നക്ഷത്രം. ലെറ്റർ എഫ്, കണ്ണൂർ ഡിസ്ട്രിക്ട്, സെപ്റ്റംബർ മന്ത്. ലെറ്റർ ഇ, ഇടുക്കി ഡിസ്ട്രിക്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള എനർജി, നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും കൂടെ നിങ്ങൾ നോക്കുക. ഈ ക്ലോസ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം. റെസനേറ്റ് ആയിട്ടില്ലെങ്കിൽ ലീവ് ചെയ്യാം. ഇതിലെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അടുത്ത റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക.